ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ജയ്ത്തുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുമല്ലോ ഈ വലിയ ഓർഡർ എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് ഭാഗമായിരിക്കും ഇതെന്ന്. ഒരിക്കലും അങ്ങനെ വിചാരിച്ചേക്കല്ല കേട്ടോ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇൻഷാല്ല ഒരു വീഡിയോയും കൂടി നിങ്ങൾ സഹിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാൻ പറ്റൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവരും ഒരുപാട് പ്രാവശ്യം കാണാനും അല്ലാണ്ട് വ്യൂസ് കൂട്ടാനും വേണ്ടി ഞാൻ പാർട്ടായിട്ട് ഇടുന്നതെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ എഡിറ്റ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് ഗാലറി ക്ലിയർ ആക്കിയാൽ മാത്രമേ എനിക്ക് വീണ്ടും എടുക്കാൻ പറ്റുന്നുള്ളൂ. ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇടുന്നത്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവരും എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരും ഇങ്ങനെ ഇടുമ്പോൾ കാണുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഏകദേശം എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചെടുത്താണല്ലേ നമ്മുടെ ഈ ചെറുകഥ. തൽക്കാലം ഞാനൊരു ഇൻ്റർവെൽ എടുത്തിട്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ തുടർക്കഥയാണ് ഇപ്പം നടക്കുന്നത്. അതായത് രാവിലെ തന്നെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ഫില്ലിങ് ഉണ്ടാക്കലാണ്. എല്ലാ സാധനങ്ങളും കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കാണുമ്പോൾ ഭയങ്കര മനസ്സമാധാനം. അതിനോട് ഇങ്ങനെ ഓയിലുണ്ടല്ല. അപ്പോൾ അതെല്ലാം ഓൾറെഡി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനത്തിൽ നിൽക്കുന്നത്. ഒരാൾ സ്കൂളിൽ പോയി ഓൾറെഡി. ഇനി പത്ത് മണിക്ക് പോകുന്ന ആളും കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആവും. പിന്നെ ഇതാ ഈ ഒരു ചോട്ടനെ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. അത് പിന്നെ ഫോണുള്ളതുകൊണ്ട് കുറച്ച് കാർട്ടൂണെല്ലാം കണ്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ പണിയുള്ള ഞാൻ സേറമോളെ വിളിക്കുകയേ ചെയ്യില്ല. കാരണം കുറച്ച് അധികം ടൈം ഉറങ്ങിയാലും പ്രശ്നമില്ല. ഈ ഒരു പ്രായത്തിൽ ഉറങ്ങാൻ കഴിയും. ഏകദേശം ഒരു 3-3.5 വയസ്സാകുമ്പോൾ തുടങ്ങിയില്ലേ അംഗൻവാടിയും സ്കൂളും കാര്യങ്ങളല്ലോ. അപ്പോഴേക്കും അങ്ങനത്തെ ദിവസങ്ങളിൽ ഓള് പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് എണീച്ച് വരും. അത് പിന്നെ വിളിക്കൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും ഇന്ന് നേരത്തെ കാലത്ത് തന്നെ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഇതാ കട്ട് ചെയ്ത് തലേന്ന് തന്നെ വെച്ചുകൊണ്ട് നല്ല സമാധാനത്തിൽ ഞാൻ ഫില്ലിങ് ഉണ്ടാക്കാൻ പോയത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വെറുപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അറിയാം എൻ്റെ സമൂസേൻ്റെ ഫില്ലിങ് എന്താണെന്നോ അതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നോ എല്ലാ സാധനവും മിക്ക വ്യൂവേഴ്സിനും അറിയായിരിക്കും. അഥവാ അറിയാത്ത ആളുണ്ടെങ്കിൽ ഈ സമൂസേൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, അതന്നെ പോയിട്ട് കണ്ടാൽ മതി. എന്നാൽ നമുക്കിങ്ങനെ എന്തെങ്കിലും 2 കൊച്ചു വർത്താനം പറഞ്ഞിരിക്കുക. അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും ഈ റെസിപ്പി പറയൽ തന്നെ ആയിരിക്കും എൻ്റെ പണി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. ജീരകെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഉള്ളി വാറ്റുന്നുണ്ട്. പിന്നെ ഉള്ളി എന്തിനാണ് ഇത്ര അധികം ഇടുന്നത് എന്ന് വിചാരിച്ചൊക്കെയല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞതല്ലോ ഓൾറെഡി. ഒരു 500-ലധികം സാധനം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഫില്ലിങ് വേണം. അപ്പോൾ ഇതന്നെ ഒരു പോർഷൻ മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. ഇതിന് ശേഷം രണ്ടാമത്തെ പോർഷനും കൂടി ആക്കാനുണ്ട്. 2 ട്രിപ്പായിട്ട് ആക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ മാത്രം ആക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും അധികം ഞാൻ ആക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഭയങ്കര ടെൻഷൻ. എത്ര വേണോ എന്ത് വേണോ ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾ വിളിച്ച് ചോദിക്കലുണ്ട്, ഒരു 100 ഷവർമ്മപ്പത്തിന് എത്ര ചിക്കൻ വേണോ, അല്ലെ കുബൂസിൻ്റെ മാവ് കുഴക്കുമ്പോൾ 100 എണ്ണത്തിന് എത്ര മൈദ കുഴക്കണോ, അങ്ങനത്തെ ഒന്നും ഒരു ഐഡിയ എനിക്കില്ല എന്ന് എനിക്ക് മാത്രമല്ല അറിയൂ. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ അറിവ് വെച്ച് പറഞ്ഞു കൊടുക്കാണ്ട് നിൽക്കലില്ല. ഇതിപ്പോൾ എനിക്കിങ്ങനെ ഒരു വലിയ ക്വാണ്ടിറ്റി വരുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ. എത്ര കിലോ ഉരുളക്കിഴങ്ങ് വേണോ, എത്ര മൈദ കുഴക്കണോ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ 1 കിലോ മൈദയെല്ലാം കുഴച്ചിട്ട് റോളിൻ്റെ ഷീറ്റെല്ലാക്കി ചിക്കൻ റോളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഏകദേശം നമുക്കൊരു കണക്ക് ഉണ്ടാവുമല്ലോ, 100-ലധികം കിട്ടും. അപ്പോൾ ഒരു ഇത്ര പീസിന് ഇത്ര എന്നുള്ളൊരു കണക്ക് വെച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ബിസ്മിയും കൂട്ടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു 2-3 ആളോട് ചോദിച്ചു. പിന്നെ വിചാരിച്ച് ഓരോരാളോ ഓരോരോ അഭിപ്രായം, വെറുതെ വേണ്ട. ഇനി അഥവാ കുറച്ച് ഫില്ലിങ്ങോ കാര്യങ്ങളോ ബാക്കി വന്നാലും നമുക്ക് തന്നെ യൂസ് ചെയ്യാമല്ലോ. അതുമാത്രമല്ല 2 ദിവസം മുമ്പേ ആക്കുന്നതുകൊണ്ട് കുറവ് വന്നാലും നമുക്ക് വീണ്ടും വേണമെങ്കിൽ ആക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ മല്ലിയില മുറിക്കുമ്പം ഇതുപോലത്തെ ചെടികൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. അതിങ്ങനെ നോക്കാണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു നേരിയ ചെടിയാണ്. അപ്പോൾ ആരും പെട്ടെന്ന് ശ്രദ്ധയിപ്പെടില്ല. ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതെന്താ ചെടിയെന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് കാണിച്ചു തന്നേന്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലുള്ള അടിപൊളി വെജിറ്റബിൾ ഫില്ലിങ്ങാണ് ആയിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ ഓൾറെഡി വെള്ളിയാഴ്ചൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വെള്ളിയാഴ്ച പിന്നെ ബിരിയാണി നമ്മളെ സുന്നത്താണെന്നല്ല, അങ്ങനെ ചിക്കൻ ബിരിയാണി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതെല്ലാം കഴിച്ച് സത്യം പറഞ്ഞാൽ സെന്നുമോക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ, ഞാൻ വെള്ളിയാഴ്ച ഇങ്ങനെ പള്ളിയിൽ ഹസ്ബൻഡ് പോകുമ്പം കൊടുത്തേക്കല ചോറ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ന് ഇങ്ങനത്തെ ഒരു ടെൻഷൻ ആയതുകൊണ്ട് രാവിലെ ഞാൻ മോക്ക് എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ട് അയച്ചത്. ചോറ് ഉണ്ടാക്കുമ്പോൾ അന്ന് ഓർമ്മ വന്നല്ല, മോക്ക് ഞാൻ എന്തിനാണ് അത് കൊടുത്തത്, ചോറ് കൊടുക്കാനല്ലേ ഉള്ളൂ. പിന്നെ ഏതായാലും പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്യുക, 3 മണിയാകുമ്പോഴേക്ക് വരുമല്ലോ, അതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ച സമാധാനത്തിൽ നിന്ന്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ വ്യൂവേഴ്സിനോടും അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും അതുപോലെ കസ്റ്റമേഴ്സിനോടും ഈ 3 ടീമിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ വിചാരിച്ചു പോകുന്നു എനിക്ക് ഇത്രയും നല്ല സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുമെന്ന്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരൊരു സപ്പോർട്ട് കിട്ടലെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ദുഷിപ്പ് വിചാരിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. മേ ബി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് ഒരാൾ പറയാം, മോളെ ഇതെല്ലാം നീ ഇതിൽ പറയണ്ട, ചില ആൾ കണ്ണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, കണ്ണ് കൊണ്ടാലും ഇല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മൾ മറ്റുള്ള ആരെയും ദ്രോഹിക്കാണ്ടും ആരോടൊരു കുശുമ്പ് വിചാരിക്കാണ്ടും ചെയ്യുന്നല്ലേ. അപ്പം കുറച്ചാൾ കേട് വിചാരിച്ചാലും ബാക്കിയുള്ള ആളെങ്കിലും നമ്മളെ നല്ലത് വിചാരിച്ചിട്ട് അവരെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തി നമ്മളെ നല്ലൊരു അനിയത്തിനെ പോലെ കണ്ട് എല്ലാ കാര്യങ്ങളും വിളിക്കുകയും ചോദിക്കലും ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊരു സ്പെഷ്യൽ താങ്ക്സ്. ഒരുപാട് ആൾ വിളിക്കുകയും അന്വേഷിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അറിയാത്ത ഒരുപാട് സ്ട്രേഞ്ചേഴ്സാണ് എനിക്ക് മിക്ക ഓർഡറും തരുന്നതും.
അപ്പോൾ ഉച്ചക്കത്തെ ബിരിയാണിയെല്ലാം എടുത്തിട്ട് തന്നെ രാത്രി ആകുമ്പോഴേക്ക് കുട്ടീസിനെല്ലാം കൊടുക്കാൻ വേണ്ടി പോയെന്ന്. എൻ്റെ സോഫയിൽ ഇങ്ങനെ എന്താ പറയുക 3 പീസ് ആക്കിയിട്ടെല്ലാം ഉണ്ട്. ഒരണക്കിന് 3 പീസിലെ സോഫ വാങ്ങിയത് നന്നായി, അല്ലെങ്കിൽ ഇവർ രണ്ടാളും മറ്റേ കത്തിയാളെല്ലാം എടുത്തിട്ട് അത് വെട്ടിപ്പൊളിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ കളിയാണ് സെൻട്രലിൽ നിന്ന് കളിക്കുന്നുണ്ടായിന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വരുന്നുണ്ടായിന്. അപ്പോൾ ഇത് രണ്ടാമത്തെ പോർഷൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളി വാട്ടുന്നുണ്ട്. ഇനി ഈ സെയിം ഫില്ലിങ് തന്നെ ഇവൾ 2 തവണ വീഡിയോയിൽ കാണിച്ചെന്നൊന്നും ആരും ചിന്തിച്ചേക്കല്ലേ. ഞാനിത് രാത്രി കുട്ടികൾക്ക് ചോറെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും ഫില്ലിങ് ഉണ്ടാക്കി വെക്കുന്നത് രാവിലേക്ക്. കാരണം എന്നാൽ പിന്നെ കുറച്ച് ഷീറ്റിൻ്റെ പണിയെ നോക്കുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് ഷീറ്റ് ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അതേ മെത്തേഡിൽ ഷീറ്റ് ഉണ്ടാക്കുന്ന ആളോട് അതിൻ്റെ ഒരു ഏകദേശം മൈദൻ്റെ പൈസയും അതുവരെ കൂലിയെല്ലാം കൂട്ടിയിട്ട് കുറച്ച് ഷീറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോഴേക്കും ഇതാ സൈറമോള് അടുത്ത പണിയെല്ലാം ആക്കിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവർ സൈലൻ്റായിട്ട് അടങ്ങിയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അത് എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടോ. കാരണം നമ്മൾ ഇടയ്ക്കുന്ന് ബഹളം കൂട്ടിയാലും നമ്മൾ കാണും, പക്ഷെ കാണാണ്ട് ഇങ്ങനെ സൈഡിൽ അനങ്ങാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റേ പണി വരുന്നുണ്ട് അവറാച്ചാന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലെടുത്ത്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറയും പിടിച്ചിട്ട് തന്നെ പോയിട്ടുണ്ടായിന്. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ല ഔദു കഴിഞ്ഞു, ബിസ്മില്ലേ ബിസ്മിട്ടെ റഹ്മാനിർ റഹീം. കുൽഹു അല്ലാഹു അഹദല്ല, കുൽഹു അല്ലാഹു സമദല്ല. ഉമ്മ പറയുന്നത് പറ. കുൽഹുവ കുൽഹുവ സൈറ. അഹദല്ല, ഉമ്മ പറയുന്നത് പറ. കുൽഹുവ കുൽ ഹുവ അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്. ഉമ്മ പറയുന്നതിന്റെ ബാക്കി ഓതല് ഫുൾ ഓതണ്ടേ. ലം യലിദ് വലം കുഫുവൻ എത്തിയിട്ടില്ല. വലം 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 ഉമ്മ പറയുന്നത് പറ. വലം സൈറ നല്ല മോളൽ. യക്കുൻ യക്കുൻ ലഹു പറ. നല്ല മോളല്ലേ, ഉമ്മാനോട് പറഞ്ഞിട്ടില്ല ഓതി തരുന്നു. യക്കുൻ ലഹു കുഫുവൻ അഹദ്. ഓക്കെ, ഗുഡ് ഗേൾ ആയില്ലേ. ഫുള്ള് നല്ല മോളായിട്ട്. ഇനി ഉമ്മാനോട് സലാം പറ. അല്ല അസ്സലാമു അലൈക്കും പറ. വലൈക്കും അസ്സലാം. എവിടെ പൊട്ടീന്? എപ്പം പൊട്ടിയത്? എങ്ങനാ? അമ്മ പറയലില്ലേ പീടിയിൽ ഒറ്റക്ക് പോണ്ടാന്ന്. നോക്കട്ടെ, നല്ല മുറി ഉണ്ടാ? ഇടിയും പൊട്ടീനാ? ഇത് കഴിഞ്ഞ കൊല്ലം പൊട്ടിയതല്ലേ? ഡോക്ടറെ അടുത്ത് കൊണ്ട് പോവാൻ മാത്രമൊന്നും ഇല്ലപ്പാ. ഇല്ല, ചൂജൊന്നും വെക്കൂല. ഡോക്ടറെ അടുത്ത് കൊണ്ട് പോവാൻ മാത്രല്ലേ ഉണ്ടാ? പ്ലീസാ, നോക്കട്ടെ പോകട്ടാ ഇൻഷാ അല്ലാ. നിങ്ങൾ കുറച്ചാളെങ്കിലും ഇപ്പം വിചാരിക്കുന്നുണ്ടാവും അല്ലേ, മാഷാ അല്ലാ എന്ത് നല്ല മോള് നല്ല വൃത്തിക്ക് സൂറത്തും ഫാത്തിയെല്ലാം ഓതിയിട്ട് ഉറങ്ങാൻ കിടക്കുന്നു. ഇതൊന്നും ഒരവസാനമല്ല, എല്ലാത്തിൻ്റെ ആരംഭം മാത്രമാണ്. ഓള് സൂറത്തും ഫാത്തിയെല്ലാം ഓതിയിട്ട് പുതുതായിട്ട് തുടങ്ങാനേ പോകുന്നു. ഓളെ ഈ ഒരു രാത്രിയിലെ പ്രസരിപ്പും മുഖഭാവലും കണ്ടപ്പോൾ തന്നെ ഇപ്പം ഒന്നും ഉറങ്ങൂല എന്ന് മനസ്സിലായിട്ട് ഞാൻ ഈസായിട്ട് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിന്. കുറച്ച് ചിക്കൻ റോളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുണ്ടായിന്. ഞാനെത്തി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ആൾ കൂടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇതാ ഒരു 1/4 കിലോന് ഏകദേശം ഒരു 1/2 കിലോ പോലെ മൈദപ്പൊടി ഇതുപോലെ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് സഹിച്ചേ പറ്റൂ. അതിൻ്റെ ഇടയിൽ സ്റ്റോർ റൂമിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളി വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കുമ്പോൾ എൻ്റെ ചാക്ക് ഇവിടെ സേഫായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടൊരു സമാധാനമായി. ഒരു കണക്കിന് നല്ലതാണല്ലേ, നമ്മൾക്കും ഇവിടെ കൊതു അടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓളെങ്കിലും സേഫായിട്ട് ഉറങ്ങട്ടെ. പക്ഷെ ഉറങ്ങിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ കുറേ സമയം ഇരുന്നിട്ട് ആക്കിയ ഷീറ്റെല്ലാം മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ട് തൽക്കാലം അതൊന്ന് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പോയെന്ന് കേട്ടോ. പിന്നെ എല്ലാ പണിയും എടുത്തിട്ടില്ലെങ്കിലും തൽക്കാലം ഇങ്ങനെ നമ്മളെ ടേബിളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പണി കിട്ടും. കാരണം ഈ വെളിച്ചെണ്ണ തടവിയിട്ട് വെക്കുന്ന ഷീറ്റും മൈദപ്പൊടിയും അല്ലേ. അപ്പോൾ പണി ഇൻഷാ അല്ലാ രാവിലെ ആയാലും ഇതന്നെ പണിയെങ്കിലും നാളെ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മടിച്ചിട്ട് നിന്നാൽ അതൊക്കെ മേശമ്മ പിടിച്ചിട്ട് ആകെ ബോറായിട്ടുണ്ടാവും. അപ്പം ഭയങ്കര
ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാല്ല നാളെ ഇതന്നെയല്ലേ ചെയ്യണ്ടേ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ടാളെയും കൂട്ടിയിട്ട് പോകാൻ നോക്കുമ്പോൾ അവർ രണ്ടാളും വീണ്ടും പുറപ്പെടാൻ പോകുന്നു. അപ്പോൾ പിന്നെ ഇനി വേറെ വഴിയൊന്നും ഇല്ലാന്ന് കണ്ടിട്ട് ഞാൻ എന്നാൽ നിങ്ങളവിടെ ഇരുന്നു, ഉമ്മ പോയിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ പോകാൻ പോയെന്ന്. അതിൻ്റെ ഇടയിൽ മൂത്ത മുകളിലുള്ളത് ഒരു സമാധാനം. നമ്മൾ കുറച്ച് ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ട് ഒരു സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ പോകുന്നതെന്ന് പറയുമ്പോൾ 2 ചോട്ടകളും വന്നിട്ടുണ്ട്. സമയം ഇത് ഏകദേശം 12:45 അപ്പം നിങ്ങൾക്കും ബോറടിക്കേണ്ട, എനിക്കും ബോറടിക്കേണ്ട. തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ബാക്കി വിശേഷം കാണാൻ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 2-3 ദിവസം എന്നിട്ടാക്കുന്നതല്ലേ, 100-ലധികം കടികൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇപ്പോൾ തരുന്ന സപ്പോർട്ട് തന്നെ തുടർന്ന് മുമ്പോട്ടും തരണം. അപ്പോൾ ഇൻഷാല്ല ബൈ, വേറൊരു വ്ളോഗായിട്ട് വീണ്ടും വരാം.